ഹായ് ഓൾ. അപ്പോൾ 100 ഡേയ്സ് ട്രേഡിംഗ് ചലഞ്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ അടുത്ത ട്രേഡിങ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. ഒറ്റ ട്രേഡാണ് എടുത്തത്. 50,700 പുട്ട് ഓപ്ഷനാണ്. അതിൽ ടാർഗറ്റ് അടിച്ച് 100 പോയിൻറ്റ്. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ വേറെ ഇന്നലെ ലെവൽ 2 കഴിഞ്ഞിരുന്നു. ഇന്ന് ലെവൽ 3 സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ലെവൽ 2ൻ്റെ ടോട്ടൽ PNL, അതേപോലെ ടോട്ടൽ ജേർണൽ, കംപ്ലീറ്റ് ജേർണൽ, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇന്നത്തെ ട്രേഡിൻ്റെ ഡീറ്റെയിൽസും. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം ഇന്നെടുത്ത ട്രേഡിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കി നോക്കാം. ഇന്നെടുത്ത ട്രേഡിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ അവിടെ കാണാം. 9:50 എടുത്തു, 10:25 ടാർഗറ്റ് അടിച്ചു. ഇത് ഒരു ഓർഡർ ക്യാൻസലായത് SL ഓർഡറാണ്. ടാർഗറ്റ് ഓർഡർ അടിച്ച സമയത്ത് SL ഓർഡർ ക്യാൻസലായി. ഓക്കെ, ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഈ ഒരു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി, ഇവിടെ ഉള്ള ഈ ഒരു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ടാപ്പ് ചെയ്ത സമയത്താണ് ഞാനൊരു പുട്ട് ഓപ്ഷൻ എടുത്തത്. പുട്ട് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ താഴേക്കാണ്. ഈ ഒരു മേലുള്ള ഒരു ലിക്വിഡിറ്റി എടുത്ത സമയത്ത് താഴോട്ടേക്കുള്ളൊരു ട്രേഡാണ് ഞാൻ എടുത്തത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഹയർ ടൈം ഫ്രെയിമുള്ള ലെവൽ ഞാൻ കൺസിഡർ ചെയ്തത്. ഇന്നലെ മാർക്ക് ചെയ്ത ലെവലാണ്. ഇന്ന് രാവിലെ ഓപ്പൺ ചെയ്ത് അവിടെ പോയി ടാപ്പ് ചെയ്ത സമയത്ത് എൻ്റെ എടുത്തു. അത് 1 മിനിറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടൈം ഞാൻ നേരത്തെ കാണിച്ചു തന്നിരുന്നു. ഈ ഒരു ക്യാൻഡിൽ, ഇത് 9:50 ഈ ഒരു ക്യാൻഡിലാണ് എൻട്രി എടുത്തത്. ആ എൻട്രി എടുത്തതിന് ശേഷം തൊട്ടടുത്ത ക്യാൻഡിൽ നോക്കിയാൽ കാണാൻ നല്ല രീതിയിൽ മേലോട്ട് ഒരു വിക്ക് വന്നിട്ടുണ്ട്. ആ വിക്ക് SLൻ്റെ തൊട്ടടുത്ത് വരെയൊക്കെ പോയി കാണാൻ. എൻ്റെ SL 20 പോയിൻ്റാണ്. അപ്പോൾ SLൻ്റെ അടുത്തേക്കൊക്കെ പോയി. അതിന് ശേഷം തിരിച്ച് കയറി വന്ന് ഇവിടെ ഈ ഒരു ക്യാൻഡിൽ ഒരു 10:25 ക്യാൻഡിലായപ്പോൾ ടാർഗറ്റ് അടിച്ചു. അപ്പോൾ ഈ ഒരു എൻട്രി മാത്രമേ ഇന്നുണ്ടായിരുന്നുള്ളൂ. അതിന് ശേഷം മാർക്കറ്റ് കൺസോൾട്ടേഷൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു ഇവിടുന്ന് മേലോട്ടേക്ക് ഒരു ട്രെൻഡിങ് ആയി, അവിടെ താഴോട്ടേക്ക് മൊമെൻറ്റം വന്നു, മേലോട്ടേക്ക് മൊമെൻറ്റം വന്നു, അങ്ങനെ കളിച്ചിട്ടുണ്ട്. പക്ഷേ പ്രോപ്പറായിട്ടുള്ള ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റിയും കാര്യങ്ങളൊന്നും ടാപ്പ് ചെയ്യാത്തതുകൊണ്ടും പിന്നെ എൻ്റെ എൻട്രി സെറ്റ് പ്രകാരമുള്ള പ്രോപ്പർ എൻട്രി ഒന്നും കിട്ടാത്തതുകൊണ്ട് വേറെ എൻട്രി ഒന്നും ഇല്ല. ഇനി ഈ ഒരു എൻട്രി മാത്രമേ ഇന്ന് എടുത്തിട്ടുള്ളൂ. ഒറ്റ എൻട്രി, അത് ടാർഗറ്റുമാണ്. ഓക്കെ, അപ്പോൾ ലെവൽ 3യിൽ ഫസ്റ്റ് ഡേ ആണ്. അതിൽ ഫസ്റ്റ് ട്രേഡ് ടാർഗറ്റ് അടിച്ചു. ഇനി നമുക്ക് ലെവൽ 2ൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. ഇതാണ് ലെവൽ 2ൻ്റെ ജേർണലാണിത്. ലെവൽ 3ൻ്റെത് എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് ലെവൽ 3ൻ്റെ ചാനൽ. ഒറ്റ ട്രേഡ് മാത്രമേ ഉള്ളൂ. ഇതാണ് ഡീറ്റെയിൽസ്. 50,000 ക്യാപിറ്റൽ, ഒരു ട്രേഡ് മാത്രമാണ് എടുത്തത്. ഒരു ടാർഗറ്റ്, സ്റ്റോപ്പ് ലോസ് ഒന്നുമില്ല. PNL 3,000, 6%, ടോട്ടൽ ക്യാപിറ്റലിൻ്റെ 6% ആണ്. ഓക്കെ, 1:5 ആണ് ഇവിടെ റിസ്ക് റിവാർഡ്. അതിൽ വിൻ റേറ്റ് 100% ആകെ ഒരു ട്രേഡ് എല്ലാം എടുത്തുള്ളൂ, അതുകൊണ്ട് 100% ഉള്ളത്. ഇനി ലെവൽ 2ൻ്റെ ഇതിലടക്കം ജേർണലിലടക്കാം. ലെവൽ 2 സ്റ്റാർട്ട് ചെയ്ത് 11-ാം തീയതിയാണ്. 11-ാം തീയതി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്നലെ വരെ 8-ാം തീയതി വരെ ആയിരുന്നു ലെവൽ 2 ഉണ്ടായിരുന്നു. അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്. എല്ലാ ട്രേഡും എടുത്ത ടൈമും എക്സിറ്റ് അടിച്ച ടൈമും എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ഉണ്ട്. ഞാൻ സ്റ്റാർട്ട് ചെയ്ത് 50,000 ക്യാപിറ്റൽ വെച്ചിട്ടാണ്. 2 ലോട്ടായിരുന്നു ലെവൽ 2. ലെവൽ 1 പ്രോഫിറ്റ് ആയ സമയത്ത് ഒരു ലോട്ട് കൂട്ടിയതാണ്. ലെവൽ 1ൽ ഒരു ലോട്ടായിരുന്നു. അപ്പോൾ ടോട്ടൽ എടുത്ത ട്രേഡ് 42 എണ്ണം. അതിൽ 4 എണ്ണം ടാർഗറ്റ് അടിച്ചു, ബാക്കി 38 എണ്ണം SL ആണ്. അതിൽ ടോട്ടൽ PNL നോക്കുകയാണെങ്കിൽ 7,900 ലോസാണ്. 7,900 എന്ന് പറയുമ്പോൾ ഒരു 8,000 അടുത്ത്. അത് പെർസെൻറ്റേജിൽ നോക്കുമ്പോൾ 15.8% ലോസാണ്. അതായത് ടോട്ടൽ ക്യാപിറ്റൽ 50,000ൻ്റെ ഒരു 15% ലോസാണ് ലെവൽ 2ൽ ഉണ്ടായിരുന്നത്. അതിൽ എല്ലാ ട്രേഡും പ്രോപ്പർ 1:5 റിസ്ക് റിവാർഡായിരുന്നു. വിൻ റേറ്റ് നോക്കുകയാണെങ്കിൽ 9 9.5. അതായത് 100 ട്രേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 9 എണ്ണം ടാർഗറ്റ് അടിക്കുന്നുള്ള രീതിയിലാണ് ലെവൽ 2 പോയിരുന്നത്. ഓക്കെ, പിന്നെ ലെവൽ 1ൻ്റെ ഡീറ്റെയിൽസൊക്കെ അവിടെ ഉണ്ട്. ലെവൽ 1 ഈ ചലഞ്ച് തുടങ്ങിയത് 12-ാം തീയതിയാണ്. 12-ാം തീയതി തൊട്ട് 10-ാം തീയതി വരെ, അടുത്ത മാസം 10-ാം തീയതി വരെ ഇതായിരുന്നു ലെവൽ 1 ആയിരുന്നു. അതിൽ 22% പ്രോഫിറ്റ് ആയിരുന്നു. അത് 25,000 വെച്ചിട്ടാണ് ചെയ്തത്. ഒരു ലോട്ടായിരുന്നു. ലെവൽ 2 50,000 വെച്ചിട്ടാണ്. അതിൽ 15% ലോസാണ്. ലെവൽ 3 ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊന്നും ഇത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും ഒരാളും കാണിച്ചിരുന്നില്ല. ജേർണലൊന്നും അങ്ങനെ ആരും ഇങ്ങനെ വീഡിയോ ഒന്നും ചെയ്യണത് ഞാൻ കണ്ടില്ല. എൻ്റെ ചാനലിലിപ്പം ഇതിൽ ഒരുപാട് എല്ലാ ട്രേഡും ഉണ്ടല്ലോ. ഈ എല്ലാ ട്രേഡിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എൻ്റെ ചാനലിൽ നോക്കിയാൽ കാണാൻ കഴിയും. എൻട്രി എടുത്ത ടൈമും SL അടിച്ച ടൈമും ടാർഗറ്റ് അടിച്ച ടൈമും എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഒരു ലെവൽ മൊത്തം ടോട്ടൽ ലോസിലേക്ക് പറഞ്ഞാൽ ഏകദേശം ഒരു മാസത്തോളം വരും. കാരണം 20 ഡേയ്സാണ് ഒരു ലെവൽ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ 20 ഡേയ്സ് കംപ്ലീറ്റ് ലോസ് വരുമ്പോൾ ഏകദേശം ഒരു മാസം ടോട്ടൽ ലോസിലേക്ക് പോകണ PNL ഒന്നും ശരിക്കും ആരും കാണിക്കില്ല. പക്ഷേ ഇതാണ് റിയാലിറ്റി. ട്രേഡിങ്ങിൽ ലോസുള്ള ദിവസങ്ങളുണ്ടാവും, ചിലപ്പോൾ ലോസുള്ള ആഴ്ചകളുണ്ടാവും, ചിലപ്പോൾ ലോസുള്ള മാസങ്ങളും ഉണ്ടായിരുന്നു വരും. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ തരണം ചെയ്ത് വരുന്നതിലാണ് കഴിവ് ശരിക്കും പറഞ്ഞാൽ. നോർമലി ഇങ്ങനെ ആരും കാണിച്ച് കണ്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്.
പിന്നെ ഞാൻ അങ്ങനെ കാണിക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ എല്ലാവരും റിയാലിറ്റി ഒന്ന് മനസ്സിലാക്കുക. ട്രേഡിങ്ങിൽ ലോസും വരും പ്രോഫിറ്റും വരും, ലോസിങ് സ്ട്രീക്ക് വരും, അടുപ്പിച്ച് ലോസുകൾ വരാം, എന്ത് വേണേൽ സംഭവിക്കാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ലോസ് വരുമ്പം ഓവർ ട്രേഡ് ചെയ്യുക, റിവെഞ്ച് ട്രേഡ് ചെയ്യുക, അങ്ങനെയുള്ള SL വെക്കാണ്ട് ട്രേഡ് എടുക്കുക, അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചെയ്യരുത്. അങ്ങനെയൊന്നും ചെയ്യാണ്ടിരിക്കുകയാണെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഇതിപ്പോൾ ഇത്രയൊക്കെ SL അടുപ്പിച്ച് വന്നിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലെവൽ ടോട്ടൽ 15% ലോസിലാണ് എനിക്ക് ഇറങ്ങാൻ പറ്റി. അത് ഇത്ര അടുപ്പിച്ച് കുറേ അങ്ങനെ അടുപ്പിച്ച് ലോസ്, ഇത്രയും ട്രേഡ് അടുപ്പിച്ച് ലോസ് വന്ന്, അതുകൊണ്ട് ഇനി ഞാൻ അങ്ങോട്ട് ഓവർ ട്രേഡ് ചെയ്ത് റിവെഞ്ച് ട്രേഡ് ഒക്കെ ചെയ്ത് അങ്ങനെയൊക്കെ പോയിന്നുണ്ടെങ്കിൽ ഈ 15 ഇവിടെ ഈ 15% എനിക്ക് നിർത്താൻ കഴിയില്ല ലോസ്. അത് 50% വേണമെങ്കിൽ ചിലപ്പോൾ 100% പോവാം. ക്യാപിറ്റൽ തന്നെ വാഷ് ഔട്ടായിട്ട് കംപ്ലീറ്റ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പ്രോപ്പർ സെറ്റ് പ്രകാരമുള്ള എൻട്രീസ് മാത്രമാണ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലോസ് എപ്പോഴും ലിമിറ്റഡ് ആയിരിക്കും. അപ്പോൾ ലോസ് ലിമിറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് വരുന്ന സമയത്ത് നമുക്ക് നല്ല പ്രോഫിറ്റ് എടുക്കാനും പറ്റും. നേരെ മറിച്ച് ഇങ്ങനെ ഓവർട്രേഡൊക്കെ ചെയ്ത് വലിയ ലോസ് വരുത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടാർഗറ്റ് അടിച്ചിട്ട് പ്രോഫിറ്റ് കിട്ടിയാലും ഓവറോൾ നമുക്ക് പ്രോഫിറ്റിൽ എത്താൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. ഇനി ഇതിൻ്റെ PNL നോക്കി നോക്കാം. ലെവൽ 2ൻ്റെ PNL അതിലെല്ലാം ഫ്ലാറ്റ് ട്രേഡിലാണ് ചെയ്യൽ. ഫ്ലാറ്റ് ട്രേഡിൽ ഇവിടെ റെഫർ ആൻഡ് ഏണിൻ്റെ അവിടെയാണ് PNL കൊടുത്തത്. വെരിഫൈഡ് PNL കഴിഞ്ഞ 20 ദിവസത്തെ വെരിഫൈഡ് PNL ചെക്ക് ചെയ്ത് നോക്കാം. ഓരോ ലെവൽ ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, 100 days ട്രേഡിങ് ചാലഞ്ചാണ്. അതിൽ ഓരോ ലെവൽ 20 days വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. 20 days ഓരോ ലെവൽ, അപ്പോൾ ടോട്ടൽ 5 ലെവൽസ് ഉണ്ടോ, അതിൽ 2 ലെവലാണ് കംപ്ലീറ്റ് ചെയ്തത്. ഇന്നാണ് മൂന്നാമത്തെ ലെവൽ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് PNL അടക്കാം. PNL സ്റ്റാർട്ടിങ് ഡേറ്റ് 11-ാം തീയതിയാണ്. ഇതിൽ കാണാം, ജേണലിൽ കാണാം. ലെവൽ 2 സ്റ്റാർട്ട് ചെയ്ത് 11-ാം തീയതിയാണ്. 11-ാം തീയതി തൊട്ടിട്ട് ഇന്നലെ വരെ 8-ാം തീയതി വരെ. അപ്പോൾ 11 ജൂലൈ കൊടുക്കാം. ഇന്നത്തെ ഡേറ്റ് തന്നെ കൊടുക്കാം. ഇന്നത്തെ കൊടുത്താൽ ഇന്നത്തെ ഇത് വരില്ല, ഇന്നലെ വരെ ഉള്ളതേ വരുള്ളൂ. കാരണം ഇന്നത്തെ PNL നാളത്തേക്ക് അപ്ഡേറ്റ് ആവുള്ളൂ. ഇന്നിപ്പോൾ PNL നോക്കിയാലും ഇന്നത്തെ കാണാൻ കഴിയില്ല. ഓക്കെ, അത് അവിടെ കാണാം. ടോട്ടൽ 7,900 ലോസാണ്. നമ്മുടെ ജേണലിൽ കണ്ട അതേ ലോസ് തന്നെയാണ്. അപ്പോൾ ഇവിടെ കാണാം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ, എല്ലാ ട്രേഡിൻ്റെ ഡീറ്റെയിൽസും ഇവിടെ കാണാം. ഇതിൻ്റെ എല്ലാ ദിവസവും ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. മറ്റേ ചാനലിൽ തപ്പിയാൽ കാണാൻ കഴിയും. അതിലേതോ ഒരു 2 ദിവസമായിട്ട് ചെയ്യാത്തതുകൊണ്ട് ആ ദിവസം ഞാൻ ഒരു പോസ്റ്റായിട്ട് PNLും അതേപോലെ മറ്റേ എൻട്രി എടുത്ത് എക്സിറ്റ് അടിച്ച ടൈമും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നോക്കിയാൽ കാണാം, എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ഉണ്ട്. ചാനൽ തപ്പാണെങ്കിൽ എല്ലാ ദിവസത്തെയും വീഡിയോസും കാര്യങ്ങളും എല്ലാ ഡീറ്റെയിൽസും കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ലെവൽ 2ൻ്റെ അപ്ഡേറ്റ്സ്. ഇനി ഇന്ന് ലെവൽ 3 സ്റ്റാർട്ട് ചെയ്യും. ഇതിലിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലെവൽ 2 അത്യാവശ്യം ലോസിലാണ്, ഒരു 15% ലോസിലാണ്. പക്ഷേ പെർസെൻറ്റേജ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലെവൽ 1ൽ എനിക്ക് 22% പ്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ ലെവൽ 2ൽ 15% ലോസാണ്. അപ്പോൾ 22% പ്രോഫിറ്റ്, 15% ലോസ് എന്ന് പറഞ്ഞാൽ ഓവറോൾ ഒരു 15 കഴിഞ്ഞാൽ 16, 17, 18, 19, 20, 21, 22. ഓക്കെ, ഒരു 7%ഓളം പ്രോഫിറ്റ് ആയിരിക്കും ഓവറോൾ വരിക. ഓക്കെ, അതിൽ ഈ എമൗണ്ട് നോക്കുമ്പോൾ ലോസിലായിരിക്കും. കാരണം ലെവൽ 2 ഞാൻ ചെയ്തത് 2 ലോട്ടിലാണ്, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. പെർസെൻറ്റേജ് വൈസ് നോക്കുമ്പോൾ 7% പ്രോഫിറ്റിലാണ്. അതിൻ്റെ കൂടെ ഇപ്പോൾ തേർഡ് ലെവലിൽ നോക്കുകയാണെങ്കിൽ 6% പ്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ ഈ 6, 7 ടോട്ടൽ ഒരു 13% ഓവറോൾ പ്രോഫിറ്റിലാണ് ഇപ്പോഴുള്ളത്. ടോട്ടൽ നോക്കുകയാണെങ്കിൽ ചലഞ്ച് തുടങ്ങിയതിന് ശേഷം അതിന് ലോസിലേക്ക് വരാം, പ്രോഫിറ്റിലേക്ക് വരാം, എന്ത് വേണേൽ സംഭവിക്കാം. ഇതുവരെ ബാക്ക് ടെസ്റ്റ് ചെയ്ത സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ മുന്നോട്ട് പോവാം. അതിൽ നാളെ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് ഒരിക്കലും ട്രേഡിങ്ങിൽ പറയാൻ പറ്റില്ല. 100% ഒന്നും ഉറപ്പിക്കാൻ പറ്റാത്ത സംഭവമാണ് ട്രേഡിങ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പിന്നെ ലെവൽ 3ൽ ലെവൽ 2 ലെവൽ 3ലേക്ക് വന്നപ്പം വരുത്തിയ മാറ്റം, ചെറിയ മാറ്റങ്ങളൊക്കെ കുറച്ച് വരുത്തിയിട്ടുണ്ട്. വളരെ സ്ട്രാറ്റജിയിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. 20 points SL ഒക്കെ അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും, 100 points ടാർഗറ്റ് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യും. പിന്നെ ഒരു വ്യത്യാസം വരുത്തിയത് നിഫ്റ്റി ഒഴിവാക്കിയിട്ടുണ്ട്. ലെവൽ 2ൽ ഞാൻ നിഫ്റ്റി ആഡ് ചെയ്തിരുന്നു, അത് ഒഴിവാക്കിയിട്ടുണ്ട്. ലെവൽ 3ൽ ഇനി ബാങ്ക് നിഫ്റ്റി മാത്രമേ നോക്കുന്നുള്ളൂ. അത് നിഫ്റ്റിക്ക് കുഴപ്പമുണ്ടായതുകൊണ്ടല്ല, നിഫ്റ്റി നല്ല രീതിയിൽ ടാർഗറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്ന സംഭവം തന്നെയാണ്. പക്ഷേ ഞാൻ നിഫ്റ്റിയും ബാങ്കും കൂടെ നോക്കുന്ന സമയത്ത് എനിക്കത് മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. കാരണം നിഫ്റ്റിയും ബാങ്കും കൂടെ നോക്കുമ്പോൾ രണ്ടിലും ഒരേ സമയം ട്രേഡ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ ബാങ്കിൽ ആ ട്രേഡ് എടുത്തിട്ട് നിഫ്റ്റിയിൽ SL അടിച്ചാൽ ഒരു ചെറിയ പ്രശ്നം അവിടെ വരും. അതേപോലെ നിഫ്റ്റിയിൽ ട്രേഡ് എടുത്തു ബാങ്ക് ടാർഗറ്റ് അടിച്ച് നിഫ്റ്റി SL അടിച്ച് അങ്ങനെയൊക്കെ വരുന്ന ചെറിയ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിഫ്റ്റി ഒഴിവാക്കിയിട്ടുണ്ട്. ബാങ്ക് മാത്രം നോക്കുമ്പോൾ അങ്ങനത്തെ പ്രശ്നമില്ലല്ലോ.
അപ്പോൾ ലെവൽ 3യിൽ ബാങ്ക് മാത്രമായിരിക്കും ചെയ്യുക. ലെവൽ 3 കംപ്ലീറ്റ് ബാങ്കിൽ 20 പോയിൻറ്റ്സ് SL 100 പോയിൻറ്റ്സ് ടാർഗറ്റ് വെച്ചിട്ട് എൻ്റെ സ്ട്രാറ്റജി പ്രകാരം വരുന്ന എൻട്രീസ് മാത്രമായിരിക്കും എടുക്കുക. പിന്നെ ക്വാണ്ടിറ്റി കൂട്ടിയിട്ടില്ല. ക്വാണ്ടിറ്റി ലെവൽ 2ൽ 2 ലോട്ടായിരുന്നു, ലെവൽ 3യിലും 2 ലോട്ട് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ വേറെ ഒന്ന് രണ്ട് ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് സ്ട്രാറ്റജിയിൽ. വേറെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, ഇതേ രീതിയിൽ തന്നെ ആയിരിക്കും പോവുക. ഓക്കെ, പിന്നെ അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളെ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ വീഡിയോയിൽ. ഇങ്ങനത്തെ ഉള്ള ഈ ലോസും കാര്യങ്ങളൊന്നും പൊതുവെ ആരും കണ്ടില്ല, ആരും കാണിക്കില്ല. പക്ഷേ റിയാലിറ്റി ഇതാണ്. ട്രേഡിങ്ങിൽ ലോസുള്ള ദിവസങ്ങളുണ്ടാവും, ലോസുള്ള ആഴ്ചകളുണ്ടാവും, ലോസുള്ള മാസങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക. ട്രേഡിങ്ങിൽ ലോസ് വരുമ്പോൾ അത്ര സങ്കടപ്പെട്ട് ഇതാവേണ്ട കാര്യമൊന്നുമില്ല. ലോസ് തന്നെ ട്രേഡിങ്ങിൻ്റെ ഭാഗമാണ്. ആരും പക്ഷേ പുറത്ത് കാണിക്കില്ല ലോസ്. എല്ലാവരും പ്രോഫിറ്റുള്ള സമയത്ത് മാത്രമേ പുറത്ത് കാണിക്കുള്ളൂ. ഇങ്ങനെയുള്ള ലോസും കാര്യങ്ങളും പ്രത്യേകിച്ച് ഇപ്പോൾ ഈ PNL ഇങ്ങനെയുള്ള ലോസിൻ്റെ PNL ഒന്നും ഒരാളും പുറത്ത് കാണിക്കില്ല. ഒരു വീഡിയോയും ഇങ്ങനെ കാണാൻ കഴിയുമോ എനിക്കറിയില്ല, ഞാൻ കണ്ടിടത്തോളം അങ്ങനെയൊന്നും കണ്ടില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് റിയാലിറ്റി. എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക. ട്രേഡിങ്ങിൽ ലോസും വരും, പ്രോഫിറ്റും വരും. അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവാം. ഓക്കെ, അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. പിന്നെ ഓക്കെ, ബൈ.